بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ഷുആറ 77 മുതൽ 83 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. പാരായണപരമായി നാം അറിയേണ്ട കാര്യങ്ങൾ. فإنهم عدو لي. ഇവിടെ فإنهم ഷദ്ദുള്ള നൂനിനെ മണിക്കണം. നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന കൊടുത്തുകൊണ്ട് ഉച്ചരിക്കണം. ഈ പദത്തിൽ സാക്കിനത്തായ മീമ് വന്നു, ശേഷം ഐനും. മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. فإنهم عدو لي. അദുവൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ തൻവീനിൻ്റെ ശബ്ദം അല്പം പോലും കേൾക്കുകയില്ല, മറിച്ച് ഒരു ശബ്ദമുള്ള ലാമ് മാത്രമാണ് ഉച്ചരിക്കപ്പെടുക. فإنهم عدو لي إلا رب العالمين. عدو لي ഇതിലുള്ള യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായി ഹംസ വന്നതുകൊണ്ടാണ് അങ്ങനെ ദീർഘം വരുന്നത്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ആ യാഇനെ ദീർഘിപ്പിക്കണം. ഇല്ലാ റബ്ബൽ ആലമീൻ. റബ്ബ എന്ന് പറയുമ്പോൾ റായിനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. റബ്ബ എന്ന് നല്ല പോലെ തടിപ്പിച്ച് പറയുക. ഇല്ലാ റബ്ബൽ ആലമീൻ. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് മൊഴിഞ്ഞുകൊണ്ട് ഉച്ചരിക്കുക, ഓതുക. ഐന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ വചനത്തിൽ തഫ്ഖീം ചെയ്യേണ്ടത് ഒരു റാഇന് മാത്രമാണ്. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എല്ലാം. الذي خلقني فهو يهدين. خلقني ഇതിൽ ഖാഇനും ഖാഫിനും മാത്രം തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളാണ് അവ രണ്ടും. ഖ ല ഖ ഇടയ്ക്ക് ലാമ് വരുന്നുണ്ട്, ആ ലാമിന് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. خلقني فهو يهدين. ഖലഖനി എന്നതിലുള്ള ആ യാഉൽ മുതകല്ലിം യഥാർത്ഥത്തിൽ യഹ്ദീനി എന്നുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അത് ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് ഓതുന്നത്. നമ്മളങ്ങനെയാണ് പാരായണം ചെയ്യുക. ധാരാളം യാകൾ എന്ന് മാത്രമല്ല പല അക്ഷരങ്ങളും മഹദൂഫാത്തിനെ കുറിച്ച് നാം പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലുമൊക്കെ നമുക്കങ്ങനെ കാണാം. യഹ്ദീനി എന്നതിലുള്ള യാൽ മുതകല്ലിം ഹദ്ഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. അവിടെയും യസ്ഖീനി എന്ന് അസ്ലിൽ ഉള്ളതാണ്. അപ്പോൾ വല്ലദീ ഹുവ യുത്ഇമുനി അവിടെ താഇൻ്റെ സുക്കൂൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യുത്ഇമുനി എന്നതിലെ താഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി താഇനെ ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. കൂടാതെ താഹ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരവുമാണ്, തടിപ്പിച്ച് ഉച്ചരിക്കണം. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. ഖാഫിനും തഫ്ഖീമാണ്, എന്നാൽ കസ്റ ആയതുകൊണ്ട് ഖാഫിന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക. വയസ്ഖീൻ. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖ്. വഇദാ മരിദ്തു. നല്ല പോലെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണത്. മരിദ്തു. റായിന് കസ്റ ആയതുകൊണ്ട് തർക്കീഖ് തന്നെ, നേർപ്പിച്ച് റായിനെ ഉച്ചരിക്കുന്നു. ദ്വാദാണ് നല്ല പോലെ ശ്രദ്ധിക്കേണ്ട അക്ഷരം. നാവിൻ്റെ സൈഡിൽ നിന്ന് നീളത്തിലാണല്ലോ അതിൻ്റെ മഖ്റജ്. മരീദ് എന്ന് സുക്കൂന് നൽകി അതിനെ ഉച്ചരിക്കുന്നു. റഖാവയൊക്കെ അതിനുണ്ട്. ശബ്ദത്തിൻ്റെ ഒഴുക്കാണ് റഖാവാണ് ഉദ്ദേശിക്കുന്നത്. മരീദ്
അത് കഴിഞ്ഞിട്ട് താഇൻ്റെ മഖ്റജിലേക്ക് നാവിനെ കൊണ്ടുവരിക. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ളാദ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതിന് തഫ്ഖീമും കൊടുക്കണം. അത് മരിദ്തു എന്ന ളാദിന് സുക്കൂൻ ചലിച്ചു പോകരുത്. സുക്കൂനായി തന്നെ ഉച്ചരിക്കണം. ഫഹുവ യശ്ഫീൻ ആവർത്തിച്ച് വരുന്ന ഒരു പദമാണ്. ഹുവ, ഫഹുവ എന്നൊക്കെ കഴിഞ്ഞ അവസരങ്ങളിലുണ്ട്. നല്ല പോലെ ശ്രദ്ധിച്ച് ആ വാക്ക് ഉച്ചരിക്കണം. ഫഹുവ എന്ന സുക്കൂനൊന്നും ആയിപ്പോരുത്. അത് മറ്റ് ഹ പോലൊന്നും ഹായിനെ ഉച്ചരിക്കരുത്. ഹായി തന്നെ വ്യക്തമായി ഉച്ചരിക്കും. ഫഹുവ യശ്ഫീൻ. അവിടെ യശ്ഫീനി എന്ന് ഉണ്ടായിരുന്നു. എന്നാൽ യശ്ഫീൻ എന്ന് മാത്രമേ ഒതുകയുള്ളൂ. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ. യുമീതുനി സുമ്മ ഷദ്ദുള്ള മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മീം മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് കൊടുക്കണം. യുഹ്യീനി വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ഓതുമ്പോൾ യുഹീൻ എന്ന് പറഞ്ഞ് മതിയാക്കുന്നു. വസ്ലിലും അങ്ങനെ തന്നെ. അവിടെ യാ വരികയില്ല ഒരിക്കലും. കാരണം ഖുർആനിൽ അങ്ങനെ യാ ഇല്ല. അസ്ലിൽ യാ ഉണ്ട് എന്നതാണ് സൂചിപ്പിച്ചത്. യുഹീൻ ഹായിന് നല്ല വ്യക്തമായ അതിൻ്റെ മഖ്റജിൽ നിന്നുമുള്ള ശബ്ദം കൊടുക്കുക. തൊണ്ടയുടെ മധ്യമാണ്. ഹ ഐനിൻ്റെ മഖ്റജ് തന്നെ. യുഹ് എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. യുഹീൻ. വല്ലദീ അത്മഉ. ഇവിടെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കണം. അത്മഉ താഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. താഇന് തഫ്ഖീമും കൊടുക്കണം. അത്മഉ അൻ യഗ്ഫിറ ലീ. സക്കനത്ത് നൂനും ശേഷം യാഉമാണ്. ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് നൂനിനെ യാഇൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം നാഖിസാണ്. ഭാഗികമായ ലയിപ്പിക്കൽ. അൻ യഗ്ഫിറ എന്ന് മണിച്ചുകൊണ്ട് പറയുക. അൻ യഗ്ഫിറ ഗൈനിന് തഫ്ഖീം കൊടുക്കണം. അതുപോലെ യഗ്ഫിറ എന്ന് റാഇനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. അൻ യഗ്ഫിറ യഗ്ഫിറ أن يغفر لي خطيئتي يوم الدين. خائن تفخيم കൊടുക്കുക. طائന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. അതിനും എല്ലാം ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളാണ്. ഖതീഅതി എന്നതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും ആ യാഇൻ്റെ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നൽകിക്കൊണ്ട് ആ ദീർഘം ഉച്ചരിക്കുക. ഖതീഅതി യൗമദ്ദീൻ. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. മറ്റക്ഷരങ്ങൾക്കൊക്കെയും തർക്കീഖാണ് ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. റബ്ബി ഹബ്ലി. ഹബ്ലി അവിടെയും ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കണം. ഹബ്ലി. റാഇന് പൂർണ്ണമായ തഫ്ഖീം. റബ്ബി 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 ഹബ്ലി റബ്ബി ഹബ്ലി ഹുക്മ റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി. ഹുക്മൻ കാഫിൻ്റെ സുക്കൂൻ നല്ല പോലെ ശ്രദ്ധിക്കണം. ഹുക്മൻ എന്ന് പറയരുത്. ഹുക്മൻ എന്ന് തീരെ കേൾക്കാതെയും ആവരുത്. ഹുക് ഹുക് മഹ്മൂസായ അക്ഷരമാണ്. ഹംസ് നൽകണം. ഹുക്മൻ വഅൽഹിഖ്നി ആവർത്തിച്ച് ഹാകൾ വരുന്നു. യുഹീൻ പറഞ്ഞപ്പോൾ ഹായിനെ സൂചിപ്പിച്ചു. വ്യക്തമായി ശ്രദ്ധിച്ച് ഹാ ഉച്ചരിക്കുക. വഅൽഹിഖ്നി ഹുക്മൻ വ അവിടെ തൻവീനും ശേഷം വാവുമാണ്. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് തൻവീനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹുക്മൻ വഅൽഹിഖ്നി. ഖാഫിന് തഫ്ഖീമാണ്. തടിപ്പിച്ച് ഖാഫിനെ ഉച്ചരിക്കണം. കൂടാതെ ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. വഅൽഹിഖ്നി വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക, തടിപ്പിക്കുക.
بالصالحين. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين رب هب لي حكما وألحقني بالصالحين. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോടും അതുപോലെ തൻ്റെ സമൂഹത്തോടുമൊക്കെ ബിംബാരാധന വിലക്കിക്കൊണ്ട് സംസാരിച്ചത് നാം മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊന്ന് ഈ ആരാധനയെക്കുറിച്ച് എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരൂ. നിങ്ങളെന്ത് ബുദ്ധിശൂന്യതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും എല്ലാം തന്നെ ചെയ്തു പോന്നതെന്ന് നിങ്ങൾ ന്യായീകരണം പറയുന്നതായ ഈ ഒരു ആരാധന എന്തൊരു വിഡ്ഢിത്തമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവരോട് അദ്ദേഹം സംസാരിച്ചു. എന്നിട്ട് ആ ബിംബങ്ങളെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുകയാണ്, ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. നിശ്ചയമായും അവർ ആര്? ആ ആരാധ്യന്മാരായ അല്ലെങ്കിൽ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ ദൈവങ്ങൾ, ആ ബിംബങ്ങൾ, അദുവ്വുൻ ലീ, അവർ എനിക്ക് ശത്രുക്കളാണ്. ഇല്ലാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു ഒഴികെ, ലോകരക്ഷിതാവ് ഒഴികെ ആ ബിംബങ്ങൾ അഥവാ ആരാധനക്കർഹനായ ഏകനായ റബ്ബ് മാത്രമാണുള്ളത്. അവനൊഴികെ ആരാധിക്കപ്പെടുന്നതൊക്കെയും എൻ്റെ ശത്രുക്കളാണ്, ഞാൻ അവർക്കും ശത്രുവാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, ആരാണ് ലോകരക്ഷിതാവായ അള്ളാഹു? അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അവൻ എന്നെ സൃഷ്ടിച്ചവനായവൻ. ഫഹുവ, അവൻ, യഹ്ദീനി, അവൻ എനിക്ക് സന്മാർഗം കാണിച്ചു തരുന്നു. ഇന്നല്ലദീ ഖലഖനി മിനൽ അദം ഹുവല്ലദീ വഹ്ദഹു യഹ്ദീനി ഇലാ ഖൈരി സബീൽ യൂസിലുനി ഇലൈഹി വഅഖറബു തരീഖ് ഔ അഖറബി തരീഖ്. അപ്പോൾ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നു. അങ്ങനെയുള്ള എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് ഹിദായത്ത് നൽകുകയും ചെയ്യുന്ന അവനായവൻ. വല്ലദീ, വീണ്ടും അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹുവ യുത്ഇമുനി, അവൻ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ കൂടിയാണ്. വയസ്ഖീനി, എനിക്ക് കുടിനീർ നൽകുന്നവനാണ്, എനിക്ക് കുടിക്കുവാൻ വെള്ളം നൽകുന്നവനാണ്, എന്നെ ഭക്ഷിപ്പിക്കുകയും എന്നെ കുടിപ്പിക്കുകയും ചെയ്യുന്നവനായ ആ ലോകരക്ഷിതാവായ റബ്ബ്. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീനി, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ അവൻ എനിക്ക് ശമനം നൽകുന്നവനാണ്, ശിഫ നൽകുന്നവനായ ആ അല്ലാഹു. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീനി, ഞാൻ എന്നെ മരിപ്പിക്കുകയും പിന്നീട് എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനായ ആ രക്ഷിതാവ്, ആ അല്ലാഹു.
എൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഇദൻതഹ അജലി അല്ലദി ഹദ്ദദഹു, എനിക്ക് അവൻ നിശ്ചയിച്ച എൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ യുമീതുനി, അവൻ എന്നെ മരിപ്പിക്കും. ബിലാ തഖ്ദീമിൻ ഔ തഅഖീർ, അതിൽ അല്പം പോലും മുന്നോട്ടോ പിന്നോട്ടോ ആ അവധിയിൽ മാറ്റം വരുത്താതെ. അങ്ങനെ വഹുവല്ലദീ യബ്അസുനി ലിയൗമിൽ ഹിസാബ്, ആ വിചാരണ നാളിന് വേണ്ടി എന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവനായവൻ എന്നൊക്കെ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും പറയുകയാണ്, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. അതാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ അങ്ങേയറ്റത്തെ താഴ്മയുടെയും വണക്കത്തിൻ്റെയും ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവരാരും തന്നെ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, എനിക്കെല്ലാത്തിനും കഴിവുണ്ട് എന്ന ഭാവത്തിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവരെപ്പോഴൊക്കെയും അള്ളാഹുവിനോട് താഴ്മയോടെ പാപമോചനത്തിന് പ്രാർത്ഥിച്ചവരായിരുന്നു. അവർ ഇവിടെ ഇബ്രാഹിം നബി പറയുകയാണ്, വല്ലദീ അത്മഉ, ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നവനായവൻ, അൻ യഗ്ഫിറ ലീ, എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവനായ ആ അല്ലാഹു, ഖതീഅതി, എൻ്റെ പാപം, യൗമദ്ദീൻ, ആ പ്രതിഫല നാളിൽ എൻ്റെ പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്നവനായ ആ ലോകരക്ഷിതാവ്, അവനൊഴികെ നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളൊക്കെയും എൻ്റെ ശത്രുക്കളാണ്. അവിടേക്കാണ് ഇതിൻ്റെ ബന്ധം. ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന റബ്ബി ഹബ്ലി ഹുക്മ, എൻ്റെ നാഥ, റബ്ബി എന്ന യാ മഹ്ദൂഫാണ്, റബ്ബി എൻ്റെ നാഥ, ഹബ്ലി എനിക്ക് നീ നൽകണമേ, ദാനമായി നൽകുക, നിൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് എനിക്ക് നൽകണമേ. അതാണ് വഹബ യഹബു, ഹിബത്തിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത്. ഹബ്ലി ഹുക്മൻ, ഹുക്മ എന്ന് പറഞ്ഞാൽ ഇൽമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുമ്മ ഹബ്ലിൽ ഇൽമ വൽ ഫഹ്മ എന്നാണ് അതിന് വിശദീകരണം നൽകുന്നത്. ഹുക്മ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അധികാരമല്ല, മറിച്ച് ജ്ഞാനമാണ്. എനിക്ക് നീ ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ. വഅൽഹിഖ്നി, നീ എന്നെ ചേർക്കണമേ, ബിസ്സാലിഹീൻ, സദ്വൃത്തരിൽ, സജ്ജനങ്ങളിൽ എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. ശേഷം പ്രാർത്ഥനകൾ അവസാനിച്ചിട്ടില്ല, വീണ്ടും പല കാര്യങ്ങളും അള്ളാഹുവിനോട് അദ്ദേഹം ഉണർത്തിക്കുന്നുണ്ട്. ശേഷമുള്ള വചനങ്ങളും പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം.